ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ കൂടുതൽ ഇങ്ങനെയുള്ള ഒരു സന്തോഷങ്ങളോ ഒരുപാട് സൗഭാഗ്യങ്ങളോ ഒന്നും വേണമെന്നില്ല. പക്ഷേ അസുഖങ്ങൾ അധികം ഉണ്ടാവാതിരുന്നാൽ മാത്രം മതി. ചെറിയ പനിയോ ചെറിയ കാലുവേദനയോ കൈവേദന അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് മരുന്ന് അല്ലെങ്കിൽ വലിയ വലിയ ചികിത്സകൾ ആവശ്യമായ അസുഖങ്ങളൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലകത്ത് ചെറിയ ചെറിയ കുടുംബ വഴക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കുക എന്തെങ്കിലുമൊക്കെ ആകും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കരകയറാൻ വളരെ പ്രയാസമാണ്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കില്ല. അപ്പം ഒരു മഹത് വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഇത് ആരോഗ്യം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉറക്കവും ആവശ്യമാണ്. നന്നായിട്ട് ഉറങ്ങുന്ന ഒരാൾക്കേ ആരോഗ്യമുണ്ടാകും. നന്നായി എന്ന് പറയുമ്പോൾ 8, 7, 8, 9 ആ ഒരു മണിക്കൂർ. അതിനപ്പുറത്തേക്ക് ഉറങ്ങുമ്പോൾ ചിലരുണ്ട് രാവിലെ തൊട്ട് അങ്ങ് ഉറക്കമാണ്. ഏത് സമയം നോക്കിയാലും ഇവർക്ക് ഉറക്കമാണ്. അത് അവരുടെ അസുഖത്തിൻ്റെ ഭാഗം കൂടിയാണ് എപ്പോഴും ഈ ഉറങ്ങുക എന്ന് പറയുന്നത്. അവരുടെ ശരീരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ഉറങ്ങണം എന്നുള്ള ചിന്ത വരുന്നത്. തൈറോയിഡൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ അലസന്മാർ ഏത് സമയം ഉറങ്ങണം. അവർക്ക് ഇതാകുമ്പോൾ ഒന്നും ചെയ്യണം, ഇങ്ങനെ കിടന്നാൽ മാത്രം മതിയല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊന്ന് ചരിഞ്ഞ് കിടക്കണം. ഇതൊക്കെയുള്ളു. സമയത്ത് എഴുന്നേറ്റ് ഫുഡ് കഴിക്കണം, ബാത്റൂം പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതെന്ന് വിചാരിച്ച് ചില മടിയന്മാരിങ്ങനെ കിടക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു സുഖവും ലഭിക്കുകയില്ല. നമുക്ക് തോന്നും എന്തൊരു സുഖമെന്ന്. പക്ഷെ അതൊരു സുഖമല്ല. അത് വരാൻ പോകുന്ന ദുഃഖത്തിന് മുമ്പുള്ള ചെറിയൊരു സുഖമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഉറക്കം എന്തായാലും മിനിമം ഒരു 6 മണിക്കൂർ, 6, 7, 8 ഈ ഒരു സമയം. ഓരോരുത്തർക്കും ഉറങ്ങാനുള്ള സമയം വ്യത്യസ്തമാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മളുടെ ഉറക്കം നിശ്ചയിക്കാൻ. പിന്നെ എത്ര നേരത്തെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ ഉറങ്ങുക. എത്ര നേരത്തെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ അത്രയും നേരത്തെ എഴുന്നേൽക്കുക. അതൊരു വലിയൊരു കാര്യമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാം, ഉറക്കം വരാത്തവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഉറക്കം ലഭിക്കാത്തവർ ഇതിനെയൊക്കെക്കുറിച്ച് ഒരുപാട് വീഡിയോസിൽ വ്യക്തമായിട്ട് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഉറങ്ങാൻ പറ്റാത്തവർ തങ്ങളുടെ ഉറക്കം എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നതെന്നുള്ളത് ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുശേഷം അത് മനസ്സിലാക്കി ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തുക. അപ്പോൾ തനിയെ നമ്മളെ തേടി ഉറക്കം വരും. ചിന്തകൾ മൂലം ഉറക്കം നഷ്ടപ്പെടുന്ന വ്യക്തികളാണ് കൂടുതലും. അപ്പോൾ ആ ചിന്തകളെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കാതെ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകുമ്പോഴാണ് ആ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കണം. ആ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നും നോക്കണം. അതിനുശേഷം പതുക്കെ ഉറക്കത്തിലേക്ക് പോകും. ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഉറങ്ങിയിരിക്കും. പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലൂ, അതിന് സൊല്യൂഷൻ കണ്ടെത്തൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിയാൽ ഒരിക്കലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും നിങ്ങളെ വേട്ടയാടുക. പിന്നെ ഇപ്പം കമൻറ്റ് ചെയ്യുന്ന ഒരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞാണ്, കുട്ടികളും വീട്ടു പ്രശ്നങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചതാണോ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു കമൻറ്റ് എന്നെനിക്കറിയില്ല. അപ്പം ചേട്ടാ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് പറയണോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതിനൊരു മറുപടി വന്നിട്ടില്ല. അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറയാം അതിനെക്കുറിച്ചുള്ള. എനിക്ക് ആ ചോദ്യം എനിക്കത് വ്യക്തമായില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം അറിയണമെന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയും. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ചോദിക്കേണ്ട, ആവശ്യമുള്ളത് മാത്രം ചോദിച്ചാൽ മതി. ഓക്കെ.